ഇന്നലെ നടന്ന G7 ഉച്ചകോടിക്കിടെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ട്രംപിന്റെയും മോദിയുടെയും കൂടിക്കാഴ്ചയും ഇരു നേതാക്കളുടെയും ശരീരഭാഷയുമൊക്കെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ താരമായി മാറിയവരിൽ ഒരാൾ നരേന്ദ്രമോദിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തികച്ചും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ കാണുന്നത്. യൂറോപ്പും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതും ഇന്നലെ വ്യക്തമായിരുന്നു. അതായത് പ്രസിഡന്റ് ട്രംപ് വരുന്നു, ആരുമായിട്ടും ആത്മാർത്ഥമായ യാതൊരു കോൺവെർസേഷനും കാണുന്നില്ല. അകൽച്ച നമുക്ക് ദൃശ്യങ്ങളിൽ പ്രകടമാണ്. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി വരുന്നു, എല്ലാ നേതാക്കളുടെ അടുത്തും പോയി സംസാരിക്കുന്നു. നരേന്ദ്രമോദി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ട്രംപിനെ നരേന്ദ്രമോദി മൈൻഡ് പോലും ചെയ്യുന്നില്ല. ട്രംപ് നരേന്ദ്രമോദിയെ നേരിട്ട് മുഖത്തേക്ക് നോക്കുന്നില്ല. അദ്ദേഹം യൂറോപ്യൻ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ട്രംപ് ഇങ്ങനെ ഒളി കണ്ടിട്ട് നോക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് കഴിഞ്ഞ് ട്രംപ് മുമ്പേ തന്നെ നടന്നങ്ങ് പോവാണ്. അദ്ദേഹം ശരിക്കും ഒറ്റപ്പെട്ടു എന്ന് വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ. അതേസമയത്ത് മോദിക്കൊപ്പം ആഫ്രിക്കയുടെയും അതുപോലെ തന്നെ ഗൾഫിലെയും യൂറോപ്പിലെ നേതാക്കൾ കാര്യമായി തന്നെ സംസാരിച്ചുകൊണ്ട് സൗഹൃദം പങ്കിട്ട് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ട്രംപ് പോയിട്ട് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ്. ട്രംപിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു നരേന്ദ്രമോദിയുടെയും ഇരിപ്പിടം മീറ്റിംഗിൽ അറേഞ്ച് ചെയ്തിരുന്നത്. സോ നരേന്ദ്രമോദി അകത്തേക്ക് കയറി വന്നു. ട്രംപിന്റെ അടുത്തേക്ക് നരേന്ദ്രമോദി വരികയാണ്. ആദ്യമായിട്ട് മോദി തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. മോദി ട്രംപിന്റെ അടുത്തേക്ക് വരുന്നതും ട്രംപ് ചാടി എണീക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഈ ചാടി എണീക്കുക എന്ന പ്രയോഗം ഞാൻ നല്ല ബോധത്തോടെ തന്നെയാണ് പറഞ്ഞത്. കാരണം അതിനുശേഷം പിന്നീട് നമ്മൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് വന്നപ്പോഴും മറ്റു പല നേതാക്കൾ ഈ ട്രംപിന്റെ അടുത്ത് വന്നപ്പോഴും ആ ഒരു ബഹുമാനം ട്രംപ് കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. ഒരു വീഡിയോയ്ക്കകത്തും ട്രംപ് എണീക്കുന്നുണ്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അത് തന്നെ വളരെ സാവധാനത്തോടെ വേണമോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. മോദി അടുത്തേക്ക് വന്ന ഉടനെ തന്നെ ട്രംപ് ചാടി എണീറ്റ്, ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ചാടി എണീറ്റ് കൈ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ്, ബാക്കി എല്ലാ ലോക നേതാക്കൾക്കും നരേന്ദ്രമോദിയെ പതിവ് രീതിയിൽ അദ്ദേഹം ഹഗ് ചെയ്തിട്ടാണ് അവരെയൊക്കെ സ്വീകരിക്കുന്നത്. ഈ നരേന്ദ്രമോദിയുടെ ഹഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് നല്ല ടേംസിലാണ് എന്ന് മനസ്സിലാക്കാൻ മോദിയുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്കറിയാം. ഇന്ത്യയുമായിട്ട് വളരെ അടുപ്പമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആദ്യം പരസ്പരം ആലിംഗനം ചെയ്തിട്ടാണ് സൗഹൃദ ചർച്ചകൾ തുടങ്ങുന്നത്. അത് ഫ്രാൻസുമായിട്ടാണെങ്കിലും UAE-യുമായിട്ടാണെങ്കിലും അതിപ്പോ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ നേരത്തെയൊക്കെ ട്രംപിനെ കാണുമ്പോഴും അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ ട്രംപിനൊരു ഷേക്ക് ഹാൻഡിൽ മാത്രം ഒതുങ്ങുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇനി നമുക്കറിയില്ല, കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ശീതയുദ്ധം നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് അമേരിക്കയുടെ പ്രവർത്തികളിൽ ചെറിയ നിരസമൊന്നുമല്ല, കടുത്ത നിരസമുണ്ട്. പ്രസിഡന്റ് ട്രംപിനും നരേന്ദ്രമോദിക്കും പരസ്പരം ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യമായ ഒരു അകൽച്ച ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധം തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. താരിഫിന്റെ സന്ദർഭത്തിലായിക്കോട്ടെ, ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി എന്ന സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ഇന്ത്യക്കെതിരെ അനാവശ്യമായിട്ട് ട്രംപ് പറഞ്ഞ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ പലരും പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഇന്ത്യയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കാരായിട്ടുള്ള നാവികർ ഉണ്ടായിരുന്ന കപ്പൽ, വിദേശ രാജ്യത്തിന്റെ കപ്പലാണെങ്കിൽ പോലും അമേരിക്കയുടെ ആക്രമണത്താൽ തകർന്നൊരു സംഭവം, അതിൽ ഇന്ത്യക്കാർക്ക് അപായമുണ്ടായ സംഭവം. ആ സംഭവത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം തന്നെ ട്രംപിനോട് അങ്ങോട്ട് പോയി സംസാരിച്ചത് മോദി തന്നെയാണ്, സൗഹൃദപരമാണ്. അല്ലാതെ നമ്മൾ മോദി ഉടനെ തന്നെ ട്രംപിനെ കാണുമ്പോൾ മീശ പിരിച്ച് ആരാടാന്ന് പറഞ്ഞ് കോളറിന് കുത്തിപ്പിടിച്ചില്ല എന്നൊക്കെ ഇവിടെ പലരും കരയുന്നുണ്ട്. അങ്ങനെയല്ല. ലോകരാജ്യങ്ങളിൽ ഭരണാധികാരികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ട്രംപുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കാം സംസാരിച്ചത്? ഉറപ്പാണ് ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട വിഷയം. ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായ ഉലച്ചിലുകളെല്ലാം ഒരു പക്ഷേ ആ ഒരു സംഭാഷണത്തിൽ നടന്നിരിക്കാം. അതൊരു വളരെ തികഞ്ഞൊരു സൗഹൃദപരമായ ഒരു സംഭാഷണമൊന്നും ആയിരുന്നില്ല. രണ്ട് നേതാക്കളും പരസ്പരം ചിരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ശരീരഭാഷയിൽ നിന്ന് നമുക്കറിയാൻ കഴിയും, ഇരു നേതാക്കളും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പല വിഷയങ്ങളും അമേരിക്കയോട് സംസാരിച്ചിട്ടുള്ളത് എന്നും വ്യക്തമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.